എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നവോത്ഥാന നായകരിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള സഹോദരൻ അയ്യപ്പനെക്കുറിച്ചാണ്. ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ്റെ ജനനം 1889 ഓഗസ്റ്റ് മാസം 21 എറണാകുളം ജില്ലയിലെ ചേറായി എന്ന സ്ഥലത്താണ്. പിതാവ് കുമ്പളത്ത് പറമ്പിൽ കൊച്ചുവ വൈദ്യർ, മാതാവ് ഉണ്ണുല്ലി. സഹോദരൻ അയ്യപ്പൻ്റെ ഭാര്യ പാർവതി. സഹോദരൻ അയ്യപ്പൻ മരിച്ചത് 1968 മാർച്ച് മാസം 6-ാം തീയതി. ജനനം 1889 ഓഗസ്റ്റ് 21, മരണം 1968 മാർച്ച് മാസം 6-ാം തീയതിയാണ്. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് സഹോദര സംഘം. വർഷം 1917. സഹോദര സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജാതി നശീകരണമാണ്. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചേറായി. വർഷം 1917. 2017 കേരള ഗവൺമെൻറ് 100 വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റം ഏതെന്ന് ചോദിച്ചാൽ മിശ്രഭോജനം ആണ്. മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് ശേഷം യാഥാസ്ഥിതികർ അയ്യപ്പനെ വിളിച്ചതെന്താണ്? പുലയൻ അയ്യപ്പൻ എന്നാണ്. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനെ കുറിച്ച് കൂടുതൽ നോക്കാം. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1968. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താൻ ഹിന്ദുമതം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. മാവേലി നാടു വാണിടും കാലം എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. മാവേലി നാട് വാണിടും കാലം രചിച്ചത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ചേറായിയിൽ ആരംഭിച്ച സാംസ്കാരിക സംഘടനയാണ് വിദ്യാപോഷിണി. വിദ്യാപോഷിണി ആരുടെ നേതൃത്വത്തിലാണ് വന്നത്? സഹോദരൻ അയ്യപ്പൻ്റെയാണ് വിദ്യാപോഷിണി. SNDP പ്രസിഡന്റായിട്ട് സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ടത് വർഷം 1940. അശരണർക്കും അംഗഭംഗം സംഭവിച്ചവരുമായിട്ടുള്ള വനിതകൾക്ക് വേണ്ടി സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച അഭയ മന്ദിരമാണ് ശാന്തി മന്ദിരം. അനാഥ കുട്ടികൾക്ക് അഭയം നൽകാൻ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച ഭവനമാണ് ആനന്ദ ഭവനം. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സോഷ്യലിസ്റ്റ് പാർട്ടി. വർഷം 1938. 1938 സഹോദരൻ അയ്യപ്പൻ സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? എറണാകുളം ജില്ലയിലെ ചേറായി തന്നെയാണ്. സഹോദരൻ അയ്യപ്പൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിൽ. പത്രപ്രവർത്തനത്തിനുള്ള സഹോദരൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തി P. സുജാതനാണ്. വർഷം 2013. സഹോദരൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തി P. സുജാതൻ. വർഷം 2013. സഹോദരൻ K. അയ്യപ്പൻ എന്ന പുസ്തകം രചിച്ചത് M.K. സാനു. സഹോദരൻ K. അയ്യപ്പൻ എന്ന പുസ്തകം രചിച്ചത് M.K. സാനു. സഹോദരൻ അയ്യപ്പൻ എന്ന പുസ്തകം എഴുതിയത് M.P. ഷീജ ആണ്. സഹോദരൻ അയ്യപ്പൻ എന്ന പുസ്തകം എഴുതിയത് M.P. ഷീജ. സഹോദരൻ K. അയ്യപ്പൻ എഴുതിയത് M.K. സാനു. സഹോദരൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തി P. സുജാതൻ. സഹോദരൻ അയ്യപ്പൻ്റെ പ്രതിമ കൊച്ചിയിൽ. സഹോദരൻ അയ്യപ്പൻ്റെ സ്മാരകം ചേറായി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി. വർഷം 1938. അനാഥ കുട്ടികൾക്ക് അഭയം നൽകാൻ സഹോദരൻ അയ്യപ്പൻ്റെ ഭവനം ആനന്ദ ഭവനം. അശരണർക്കും അംഗഭംഗം സംഭവിച്ചവരുമായിട്ടുള്ള വനിതകൾക്ക് വേണ്ടി സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച അഭയ മന്ദിരമാണ് ശാന്തി മന്ദിരം. സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് കൂടുതൽ നോക്കാം. കൊച്ചിയിലും തിരുവിതാംകൂറിലും തീയന്മാർക്കിടയിൽ നിലനിന്നിരുന്ന മരുമക്കത്തായം മാറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും
സ്വത്തിൽ തുല്യ അവകാശം നൽകുന്നതിനുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമായിട്ട് മാറ്റിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. കൊച്ചി രാജ്യത്ത് ഉത്തരവാദിത്ത ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കരം തീരുവയുടെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം നൽകുന്നതിന് എതിരെയും ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. കൊച്ചി രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കാൻ ശക്തമായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദര സംഘത്തിൻ്റെ മുഖപത്രമാണ് സഹോദരൻ. മട്ടാഞ്ചേരിയിൽ 1917 സഹോദര സംഘം സ്ഥാപിച്ചത്. സഹോദരൻ എന്ന മാസികയിലെ പ്രഥമ വാക്യമാണ് മനുഷ്യരെല്ലാം സഹോദരരാകുന്നു. സഹോദരൻ എന്ന മാസികയിലെ പ്രഥമ വാക്യം മനുഷ്യരെല്ലാം സഹോദരരാകുന്നു. യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928. യുക്തിവാദി എന്ന മാസിക ആരംഭിച്ചത് 1928. യുക്തിവാദി മാസികയുടെ സ്ഥാപക എഡിറ്റർ സഹോദരൻ അയ്യപ്പൻ ആണ്. യുക്തിവാദി എന്ന പത്രത്തിൻ്റെ ആപ്തവാക്യം നോക്കിയാൽ യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി കനിച്ചതിൽ ലഭിച്ചതല്ല ഇല്ലെന്നും ലോകവിജ്ഞാന രാശിയിൽ. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി കനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലെന്നും ലോകവിജ്ഞാന രാശിയിൽ എന്ന് പറഞ്ഞത് യുക്തിവാദി എന്ന പത്രത്തിൻ്റെ ആപ്തവാക്യമുള്ള വാക്യമാണ്. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പത്രമാണ് വേലക്കാരൻ. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ച വർഷം 1933. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ മാതൃകയിലാണ് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ചത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. റാണി സന്ദേശം, അഹല്യ, ഉത്തേജനം, ഉജ്ജീവനം, കാശി മഹാത്മ്യം, ബുദ്ധികാണ്ഡം, ഗാന്ധി സന്ദേശം. ഒന്നുകൂടെ പറയാം. സഹോദരൻ അയ്യപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് റാണി സന്ദേശം, അഹല്യ, ഉത്തേജനം, ഉജ്ജീവനം, കാശി മഹാത്മ്യം, ബുദ്ധികാണ്ഡം, ഗാന്ധി സന്ദേശം. വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. വേലക്കാരൻ സഹോദരൻ അയ്യപ്പൻ, യജമാനൻ എന്ന മാസിക വാഗ്ഭടാനന്ദൻ്റെയുമാണ്. കേരളത്തിലെ തൊഴിലാളി സംഘടനയുടെ സ്ഥാപക പിതാവായിട്ട് അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ തൊഴിലാളി സംഘടനയുടെ സ്ഥാപക പിതാവാരാണ്? സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ സേവികാ സമാജം ആരംഭിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക, ധീരമായിട്ട് ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് അദ്ദേഹം. ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ, ഇപ്രകാരം അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് അദ്ദേഹം. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി സഹോദരൻ അയ്യപ്പൻ എന്ന ഈ ഒരു നവോത്ഥാന നായകനെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇനിയും ഇതേപോലുള്ള ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.